ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ അരച്ച് ചേർത്ത ഒരു അടിപൊളി എഗ് മസാലയാണ്. ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ 4 കോഴിമുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചു. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്കത് പുഴുങ്ങിയെടുക്കണം. കോഴിമുട്ടയെല്ലാം നമുക്ക് പുഴുങ്ങി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 2 സവാള, 1 തക്കാളി, ഒരു 1/4 മുറി നാളികേരം ചിരവിയത്. അപ്പോൾ 2 മീഡിയം സൈസ് സവാള എടുത്താൽ മതി. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10 വെള്ളുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തെടുത്തു. ഇനി ആ നാളികേരം ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് പച്ചമുളകും ആ വെള്ളുള്ളിയും ചേർത്ത് നമ്മളതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളുള്ളി ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അല്പം വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളുള്ളി അല്പം അധികം തന്നെ ചേർക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റവിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 1.25 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 1/4 സ്പൂണ് ഉലുവയും അത്ര തന്നെ കടുകും ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ ഈ രീതിക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഈ ഘട്ടത്തിൽ ഒന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ കറിക്കും ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റുക. ഏകദേശം ഒരു 1.5 മിനിറ്റ് നമ്മളതെന്താ വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ആ പൊടിയായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് അതേപോലെ ഒരു 1.5 മിനിറ്റ് ഇതാ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മളൊരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിലധികം ഗരം മസാല ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണയിൽ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. ഇനി അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എഗ് മസാല ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നാളികേരം ചേർത്തുകൊണ്ടുതന്നെ നല്ല നാടൻ രുചിയാണ്. അപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞു. കുറേശ്ശെ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട. ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം എല്ലാം കൂടി ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിലധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഉപ്പ് നോക്കി പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവം ആവണം. ഈ സമയത്ത് കോഴിമുട്ട ഞാൻ 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. ആ പുറത്തൊന്ന് ഇതേപോലെ ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോഴിമുട്ട ചേർത്തതിന് ശേഷം നമ്മളൊന്ന് പതിയെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, അതുകൂടി ചേർക്കണം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുക. അപ്പോൾ നല്ല രുചിയാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല നാടൻ ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കുരുമുളക് ഇട്ടതിന് ശേഷം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മുട്ടൻ്റെ മേലെയൊക്കെ ആ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിലാക്കി അടച്ച് വയ്ക്കുക. അപ്പോൾ തേങ്ങ വെന്ത് അതിലെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇതേപോലെ വന്നിട്ട് നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മുട്ട മസാലയാണ്. പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റും. ഒരു 2 തണ്ട് കറിവേപ്പില ഞാനിപ്പോൾ അതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റായി. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അതൊന്ന് വേറെ പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ നാടൻ എഗ് മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നമ്മൾ ചൂടുള്ള ഗോതമ്പ് ദോശൻ്റെ കൂടെ ഈ ഒരു മുട്ട മസാല, അതായത് നാടൻ മുട്ട മസാല തേങ്ങ അരച്ച് ചേർത്തത് സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്